മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് ജന്മഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്ത ഹൃദയസ്പർശിയായി തോന്നി. ഇടയ്ക്ക് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, അടുത്ത കാലത്ത് കാസർഗോഡിലെല്ലാം പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയപ്പോൾ, പ്രഭാഷണ പരമ്പരകൾ നടത്താൻ ഭാഗ്യം കിട്ടിയപ്പോൾ മുസ്ലിം യുവാക്കളിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന യുവാക്കളിലും അത്ര തന്നെ ഗാഢമായി RSSലുമെല്ലാം RSSന്റെ യുവാക്കളിലും പ്രവർത്തകരിലും നേരിട്ട് കാണാൻ സാധിച്ച ഒരു മാറ്റത്തെ വ്യംഗ്യമായിട്ടോ പരോക്ഷമായിട്ടോ പ്രതിഫലിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ജന്മഭൂമിയിൽ വന്നത്. ആ വാർത്ത ഞാൻ വായിക്കുന്നു, നിങ്ങൾ വിലയിരുത്തിക്കൊള്ളാം. കൈവെട്ട് കേസ്, ഭീകരവാദമെന്ന പ്രോസിക്യൂഷൻ, മാനസാന്തരത്തിന് അവസരം നൽകണമെന്ന് പ്രതിഭാഗം. യഥാർത്ഥത്തിൽ ജോസഫ് സാറിൻ്റെ കൈവെട്ട് കേസ്, അതിന് കാരണമായത് മുഹമ്മദ് എന്നോ നബി എന്നോ പേരിൽ ഒരു പ്രത്യേക വരിയുണ്ടാക്കി അതിൽ എന്തെല്ലാമോ ഉത്തരമെഴുതാനായിട്ടൊരു ചോദ്യക്കടലാസ് തയ്യാറാക്കിയതിനെ പ്രതികരിച്ചുകൊണ്ട് കുറേ യുവാക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യ് വെട്ടിമാറ്റുകയുണ്ടായി. ആ കോളേജുകാർ അദ്ദേഹത്തിനെ പുറത്താക്കി. റിട്ടയർ ആവുന്നതിന് 1-2 ദിവസം മുമ്പ് വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പം ഗവൺമെൻറ് അദ്ദേഹത്തിന് സർവ്വവിധത്തിലുള്ള ആദരവുകൾ നൽകുന്നുണ്ട്. ഇതിൽ എന്തെല്ലാം നടന്നു, ഏതെല്ലാം കാര്യങ്ങൾ നടന്നു, അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. ജസ്റ്റ് ഒരു ബോക്സിൽ വളരെ ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പാക്കിയവർ ദയ യാചിച്ച് കോടതിയിൽ എന്ന ഈ ഭാഗം, അത് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. പ്രവാചക നിന്ദയ്ക്ക് ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പാക്കിയവർ ദയ യാചിച്ച് കോടതിയിൽ ശിക്ഷ വിധിക്കുന്നതിന് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോഴാണ് കുടുംബാംഗങ്ങളുടെ കഷ്ടതകൾ വിവരിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതികൾ അഭ്യർത്ഥിച്ചത്. 2ാം പ്രതി ആലുവ ശ്രീമൂലനഗരം കളപ്പുരയ്ക്കൽ ജമാലിനോടാണ് കോടതി ആദ്യം ഈ ചോദ്യം ചോദിച്ചത്. ഉമ്മയ്ക്ക് തളർവാദമാണെന്നും വിദ്യാർത്ഥികളായ 3 കുട്ടികളാണുള്ളതെന്നും ജമാൽ പറഞ്ഞു. 3ാം പ്രതി മുഹമ്മദ് ഷോബിൻ താൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണെന്നും ഒരു സെമിസ്റ്റർ എഴുതിയെടുക്കാനുണ്ടെന്നും കോടതിയെ ബോധിപ്പിച്ചു. 5ാം പ്രതി ഷംസുദ്ദീൻ, 6ാം പ്രതി ഷാനവാസ് എന്നിവർക്ക് പറയാനുണ്ടായിരുന്നത് തങ്ങളുടെ ശാരീരിക അസുഖങ്ങളെക്കുറിച്ചായിരുന്നു. മറ്റ് പ്രതികളും കുടുംബാംഗങ്ങളുടെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് കുടുംബത്തിൻ്റെ പ്രതീക്ഷ തങ്ങൾ മാത്രമാണെന്നും കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ ചെയ്തതിൽ ദുഃഖമുണ്ടെന്നോ പ്രതികളിൽ ഒരാൾ പോലും പറഞ്ഞില്ല. മത കോടതിയുടെ തീരുമാനപ്രകാരം ഒരു കുടുംബത്തിൻ്റെ ജീവിതം കവർന്നവർ സ്വന്തം കുടുംബത്തിൻ്റെ കഷ്ടതകൾ വിവരിച്ച് നിയമത്തിന് മുന്നിൽ യാചിക്കുന്ന കാഴ്ചയായിരുന്നു കോടതിയിൽ കണ്ടത്. ഇത് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലെടുത്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ CPM യുവാക്കളോടും എല്ലാ മുസ്ലിം യുവാക്കളോടും എല്ലാ RSSലെ പ്രവർത്തകരോടും പറയാനുള്ളത്, ഒരു വികാരത്തിൻ്റെ പുറത്ത് നിങ്ങൾ ആരുടെയെങ്കിലും തല വെട്ടുകയോ കഴുത്ത് വെട്ടുകയോ അല്ലെങ്കിൽ ജീവച്ഛവമാക്കി അവശേഷിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ എല്ലാം ചെയ്യുമ്പോൾ പലപ്പോഴും ആ പക
പകുതി ജീവനുമായിട്ട് നിലനിൽക്കുന്ന വ്യക്തിക്ക് ഭാര്യ, മക്കള്, അമ്മ, അച്ഛൻ, ബന്ധുക്കള്, സുഹൃത്തുക്കള് ഇവരെല്ലാം ഉണ്ട് എന്ന് ഓർമ്മിക്കുക. ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങളോട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞവര് അവരെല്ലാം മാറി നിൽക്കും. ഒരുപക്ഷെ അവർ ജയിലിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണമോ നിങ്ങൾക്ക് ആവേശമോ വീണ്ടും നൽകിയെന്ന് വരും. പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഉമ്മ കിടപ്പിലാണ്, 3 മക്കളാണ്. ആ 3 മക്കള് സ്കൂളിൽ പോകുമ്പോൾ ആ മക്കളോട് എന്തായിരിക്കാം സഹപ്രവർത്തകർ ചോദിക്കാം? ആ മക്കളോട് എങ്ങനെയായിരിക്കാം ടീച്ചേഴ്സ് പെരുമാറുക? അതേപോലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഒരു സെമിസ്റ്ററും കൂടി എടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അന്ന് ചെയ്തതിനെ കുറിച്ച് പറയുക? എല്ലാം നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെല്ലാം സ്ക്രൂ ചെയ്ത് കൊല്ലാനും കൊല്ലിക്കാനും അതുപോലെ തന്നെ പകുതി ജീവനോടെ നിലനിർത്താനുമെല്ലാം പറഞ്ഞ നേതാക്കന്മാർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളുടെ പരമകാഷ്ഠയാണ് TP ചന്ദ്രശേഖരന്റെ വധത്തില് ഇവിടുത്തെ 2 വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുള്ള വലിയ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് എന്ന് ഒരു വളരെ 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 ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം അക്കമിട്ട് മിനിഞ്ഞാന്ന് ഞാൻ പെരുമ്പാവൂര് SNDP യൂണിയന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എന്നോട് പറയേണ്ടായി, അക്കമിട്ട് പറയേണ്ടായി, ഈ TP ചന്ദ്രശേഖരന്റെ വധത്തില് എവിടം വരെ അന്വേഷണം പോകണം, ആരെയെല്ലാം ഒഴിവാക്കണം, ആർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയെടുക്കരുത്, ആർക്കെതിരെ വാദിക്കരുത്, ഇതെല്ലാം ഒരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റാണ്. അതിന് പകരമായിട്ട് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലെങ്കിലും അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച വ്യക്തിയെ വഴിയിൽ തടയരുത്, മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് തടസ്സമുണ്ടാക്കരുത് എന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ട പാർട്ടിക്കാർ ആവശ്യപ്പെടും. അത് നടപ്പാക്കി കൊടുക്കാൻ മറ്റേ വിഭാഗത്തിൽപ്പെട്ട പാർട്ടിക്കാര് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഓർമ്മിക്കുക, കൊന്നവൻ ഇതേപോലെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം അനുഭവിച്ച്, വർഷങ്ങളോളം നരകയാതന അനുഭവിച്ച് അവസാനമാണ് ഇനി എത്ര നരകയാതന അനുഭവിക്കണമെന്ന വിധി വരുന്നത്. കൈവെട്ട് കേസ് നടന്ന് 5-ാം ദിവസമാണ് വിധി വരുന്നതെങ്കിൽ പിന്നെ അവിടെ മുതൽക്ക് അങ്ങോട്ട് അനുഭവിച്ചാൽ മതി. ഇത് വിധി വരുന്നതിൻ്റെ പുറകോട്ട് ഒരു 5-6 വർഷവും വിധി വന്നതിന് ശേഷം ഒരു 10-12 വർഷവും എല്ലാം ആ ഭാര്യയുടെ മനസ്സില്, മക്കളുടെ മനസ്സില്, ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരുടെ മനസ്സില്, അതേപോലെ സുഹൃത്തുക്കളുടെ മനസ്സില് ഈ കൊന്നവര് എങ്ങനെയാണ് ഇവരൊക്കെ വിലയിരുത്തി കണ്ണുനീരൊഴിക്കുക എന്നുള്ളത് നിങ്ങൾ അറിയണം. ഞാൻ ഓരോ RSSകാരോടും ഇത് പറയും. ധാരാളം കോടതി വിധികൾ RSSകാർക്കെതിരെ വന്നിട്ടുണ്ട്. അത്ര തന്നെ വിധികളോ അതിൽ കൂടുതലോ കുറവോ വിധികൾ ടെററിസ്റ്റുകളെ പോലെ തീവ്രവാദികളെ പോലെ പ്രവർത്തിക്കുന്ന മുസ്ലിം നേതാക്കന്മാർക്ക് വന്നിട്ടുണ്ട്. ഈ മദനി ജയിലിൽ കിടക്കുമ്പോൾ കുറേ അധികം പേര് പറഞ്ഞു BJPക്കാരാണ് കർണാടക ഭരിക്കുന്നത് കൊണ്ട് മദനിക്ക് രക്ഷയില്ലാന്ന്. പക്ഷെ ഇപ്പൊ പറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഭരിക്കുന്നത് BJP അല്ലല്ലോ, എന്നിട്ടും എന്തേ രക്ഷയില്ലാതെ വന്നു? ആ മനുഷ്യന്റെ ജീവിതത്തില് എത്ര കാലമായി ഇപ്പൊ ജയിലിൽ കിടക്കുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കള്, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത പ്രതിപക്ഷ നേതാക്കളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വന്ന് ചായയും ഭക്ഷണവും ബിരിയാണിയും കഴിച്ചു പോയവരുണ്ട്. അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽക്ക് സർവരും ചെന്ന് മദനിയെ ജയിലിൽ ചെന്ന് കണ്ട് വിടണമെന്ന് പറഞ്ഞു. എന്ത് വിട്ടില്ല? അപ്പോ എല്ലാവരും അവരവരുടെ കാര്യം നോക്കും. ഈ വെട്ടിയവനും അല്ലെങ്കിൽ ജീവച്ഛവമാക്കിയവനും കൊന്നവനും
വധിക്കപ്പെട്ടവരും അവരുടെ ബന്ധുക്കൾക്കുമാണ് നഷ്ടമെന്ന് ഈ ഓരോ വ്യക്തിയും അറിയണം. കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയരുത് എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരിക്കൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത് ഒഴികെ ബാക്കി പരമാവധി ദയയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കേണ്ടി വന്ന വ്യക്തികൾ ഓർമ്മിക്കുക. ഈ ആയുധവുമായിട്ട് ആ ജോസഫ് സാറിന്റെ മുമ്പിൽ നിന്നപ്പോൾ ആ ജോസഫ് സാറ് നിങ്ങളോട് മാനസികമായിട്ടോ അല്ലെങ്കിൽ വാക്കാലോ എന്തായിരിക്കും അപേക്ഷിച്ചിരിക്കാൻ സാധ്യത? TP ചന്ദ്രശേഖരനെ പാതിരാത്രി 52 വെട്ടുവെട്ടിയപ്പോ എന്തായിരിക്കും അപേക്ഷിച്ചിരിക്കാൻ സാധ്യത? കുറേ ചെറിയ കുട്ടികളുടെ മുമ്പിൽ ഒരു അധ്യാപകനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നപ്പോ എന്തായിരിക്കാം അപേക്ഷിച്ചിരിക്കാൻ സാധ്യത? 1, 2, 3 1, 2, 3 എന്നും പറഞ്ഞ് ഒരു ജില്ലയിലെ പാർട്ടി നേതാവ് കൊല്ലുന്നവരെ കുറിച്ച് വിവരിക്കുകയുണ്ടായി. ആ വധിക്കപ്പെട്ടവര്, മരിച്ചവര് എന്തായിരിക്കാം വാളുമായി മുമ്പിൽ നിൽക്കുന്നവരോട് പറയാൻ സാധ്യത അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക? ഏതായാലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത്, മക്കളെ, നിങ്ങൾ 5 പേര് പറഞ്ഞത് കോടതി കേട്ടു, അത് പത്രമാധ്യമങ്ങളിൽ വന്നു. അപ്പോഴും കോടതിക്ക് ദയുണ്ടായാൽ അത് നിങ്ങളുടെ പുണ്യം. പക്ഷേ നിങ്ങൾ ദയ കാണിക്കാത്തവരോട് അല്ലാഹുവിൻ്റെയോ ദൈവത്തിൻ്റെയോ ഖുറാനിൻ്റെയോ എല്ലാം സംരക്ഷകരായി, ദൈവത്തിൻ്റെ സംരക്ഷകനായി മനുഷ്യന് നടക്കുക, മതഗ്രന്ഥത്തിൻ്റെ സംരക്ഷകരായി മനുഷ്യൻ നടക്കുക, എന്നിട്ട് ആ മനുഷ്യൻ ദയയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുക എന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അറിയണം, കൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്നവരും കൊല്ലുന്നവരും വധിക്കപ്പെടുന്നവരും ഓർമ്മിക്കുക, ഇന്നൊരുവനെ കൊന്നാൽ കൊന്നവന്റെ വീട്ടില് അടുത്ത മരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കൊന്നവരെ എതിർചേരിയിലുള്ളവർ വെറുതെ വിടാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നാലോ, ജയിലിലേക്ക് പോകുന്ന വഴിക്കോ, അല്ലെങ്കിൽ വഴിയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കൊന്നവനെ കൊല്ലുന്ന ഒരു പാരമ്പര്യമുള്ള കേരളത്തില് ഓർമ്മിക്കുക, ആവേശം കൊണ്ട് കൊന്നതിന് ശേഷം പിന്നെ ആവേശം തണുക്കുമ്പോൾ ചെയ്തതില് പ്രായശ്ചിത്തവും പശ്ചാത്താപവും ചോദിച്ചു വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വിചാരിച്ചിട്ടോ പ്രയോജനമില്ല. ഒരു പക്ഷേ സമൂഹം അതിനെ കാണുന്നത് പോലും ഇന്ന് കുറച്ചു കാലം മുമ്പ് വരെ, 1.5 വർഷം മുമ്പ് വരെ കണ്ണൂരിലോ കേരളത്തിന്റെ മറ്റെവിടെയെങ്കിലോ ആരെങ്കിലും രാഷ്ട്രീയ മതവൈരാഗ്യത്തിന്റെ പുറത്ത് കൊന്നാല് വലിയ വാർത്തയായിരുന്നു. ഇപ്പോ അതൊരു വാർത്തയേ അല്ല. അത് ആരും പ്രതിഷേധിക്കാനും ഇല്ല, അതിന് ഹർത്താലും ഇല്ല, അതിന് ബന്ധുവില്ല. മരിച്ചവനാരെന്നോ കൊന്നവനാരെന്നോ അന്വേഷണം വർഷങ്ങളോളം മുമ്പോട്ട് പോയി അവസാനം ശിക്ഷ വരുമ്പോ ഇതേപോലെ കോടതിയുടെ മുമ്പിൽ ദയയാചിച്ച് നിൽക്കേണ്ട ഗതികേട് നിങ്ങളിൽ, നമ്മളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.